ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ഡെസേർട്ടൊക്കെ കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ വരാറില്ലേ? അങ്ങനെ വരുമ്പം തീ പോലും കത്തിക്കാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പം വീഡിയോ എല്ലാവരും കണ്ടു വെക്കുക, കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു വെക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുന്നത് ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നിയപ്പം രാത്രി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വേഗം തന്നെ ഉണ്ടാക്കുന്നതെന്ന്. അരമണിക്കൂർ പോലും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു 2 മാങ്ങയുണ്ട്. ഇത് അങ്ങനെ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പം നാരില്ലാത്ത നല്ല ഫ്ലഷ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ള മാംഗോ ഇല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കൂലേ. അപ്പോൾ അൽഫോൺസ, ബംഗലപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ എടുക്കുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ ഒരു ടിന് കണ്ടൻസ് മിൽക്ക്, പിന്നെ ഒരു 8-10 പീസ് ബ്രെഡ്, ഒരു കപ്പ് പാല്, ഇത്രയൊക്കെ മാത്രം മതി കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വേഗം റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പാലൊക്കെ നിങ്ങളുടെ മാങ്ങൻ്റെ ആ ഒരു എന്താ പറയുക തിക്നെസ്സിനനുസരിച്ചിരിക്കും. ചില മാങ്ങക്ക് എത്ര പാൽ ഒഴിച്ചാലും ഭയങ്കര കട്ടിയായിരിക്കൂലേ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഞാനിത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പകുതി മാങ്ങ ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിക്സിയിൽ ജാറിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിക്കുക. കുറച്ച് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് കുറച്ചിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡായിട്ട് ചെയ്താൽ മതി. നമ്മുടെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നല്ല മധുരം വേണം, എന്നാലേ പുഡിങ് തണുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പുഡിങ് ആയാലും ആ ഒരു ടേസ്റ്റ് കിട്ടേയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പാലും കണ്ടൻസ് മിൽക്കും വാങ്ങി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരക്കുന്ന സമയത്ത് നല്ല തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവുക. കാരണം നമ്മൾ 1/2 കപ്പ് പാല് മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, കാരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ചെറിയ ഒരു 2-3 സ്പൂൺ മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി, കാരണം നമുക്കിത് ബ്രെഡ് കുതിർത്തെടുക്കാനുള്ളതെന്ന്, അപ്പോൾ കുറച്ചൊരു ലൂസിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ലൂസാവേണ്ട. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മാങ്ങ നല്ല കട്ടിയുണ്ട് കേട്ടോ. പാലൊഴിച്ചിട്ടൊന്നും കാണുന്നേ ഇല്ല, നല്ല കട്ടിയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ മതി, കൂടുതൽ ലൂസാക്കണ്ട. ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ജാറിൽ തന്നെ ബാക്കിയുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഇതിലൊരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവേണ്ടത്. നമ്മളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. പുഡിങ് ചിലവർക്ക് അത്ര ടേസ്റ്റൊന്നും കിട്ടാത്തത് നമ്മൾ ഈ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്നത് കുറയുമ്പോഴാണ്. അപ്പം അങ്ങനെ വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക. ഒരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്നെസ്സിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉള്ളതെങ്കിൽ ഒരു കപ്പ് വേണ്ട, ഒരു 3/4 കപ്പൊക്കെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വേണ്ട, ഒരു സ്റ്റിഫാക്കിയിട്ട് എടുക്കണ്ട. കുറച്ച് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എന്താ പറയുക, നന്നായിട്ട് അടിച്ചെടുക്കുക, ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കണ്ടൻസ് മിൽക്കും ഈ ഒരു മാംഗോ പൾപ്പും കൂടി അടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാകും. ഇത് ഞാൻ വേഗം എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും നന്നായിട്ട് തന്നെ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാംഗോൻ്റെ പൾപ്പ് അതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിൽ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ഫസ്റ്റ് ചെയ്ത ആ ഒരു മാംഗോൻ്റെ ജ്യൂസില്ലേ, അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫോക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ട് അത് ആ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് സോക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത് ചെയ്ത മാംഗോയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കൊക്കെ കൂടി ചേർത്ത ആ ഒരു പൾപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ മാങ്ങക്ക് നല്ല കളറായതുകൊണ്ട് തന്നെ ഈ ഒരു ഭയങ്കര യെല്ലോ കളറിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്ര കളറ് വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒരു ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ, ഒരു റീൽസിൽ.
അത് കണ്ടപ്പോഴേ ഉണ്ടാക്കാണ്ട് ഒരു സമാധാനമില്ല, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടായിട്ടില്ലേ, അത് അത്ര കളറ് വേണ്ട, അതിലങ്ങനെ അത്ര കളറില്ല. പക്ഷേ എൻ്റെ മാങ്ങ നല്ല കളറുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കളറിൽ തന്നെ വന്നിട്ടുണ്ട്, നല്ലൊരു യെല്ലോ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ പിന്നെയും ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചിട്ടുണ്ട് നന്നായി സോക്കാവുന്ന രീതിയിൽ. അപ്പോൾ എല്ലാ ജ്യൂസും നല്ലപോലെ എന്താ പറയുക കുതിർന്ന് ആ ഒരു ബ്രെഡിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ഫസ്റ്റ് എന്താ പറയുക ഞാൻ ബ്ലെൻഡ് ചെയ്ത പാട് എടുത്ത് വെച്ച ആ ഒരു മാംഗോൻ്റെ ആ ഒരു പൾപ്പ്, ഇതിൻ്റെ മുകളിൽ വേറെ കളറിൽ നല്ല ഡാർക്ക് യെല്ലോയിൽ നേട്ടാ വേണ്ടത്. പക്ഷേ ഇത് എൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെതാണെന്നൊന്നും അറിയില്ല, വീഡിയോ എടുത്തപ്പോൾ തീരെ ആ ഒരു കളറിൽ കാണുന്നില്ല. കാരണം എൻ്റെ ബാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ ആ ഒരു ഭയങ്കര ആ ഒരു കളറ് ശരിക്കും കാണുന്നില്ല, ഫുൾ യെല്ലോ ആയിട്ടാണ് നേട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇത് വിചാരിച്ചിട്ട് തന്നെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ബ്രെഡ് പുഡിങ്, അറേബ്യൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ലക്ഷങ്ങളോളം കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡിലായിട്ട് കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ, നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ബൈ.